ആരാ? ഇവിടെ ഷോഫ് നേരെ കണ്ടു പറഞ്ഞിരുന്നു. ഇവിടെ തന്നെയല്ലേ വീട്? എന്താ? ഷോഫ് ഷോഫ്. ഓ സോഫ. ആ എവിടെയാണ്? അതെ അകത്ത്. വെൽക്കമി. ആ വരൂ. നടക്കൂ, നടന്നോളൂ. ഇതെന്താ സഞ്ചിയില്? ഇത് ടൂൾസ്. ഓ പരിശോധനം ടൂൾസ് ആണ്. മനസ്സിലായി മനസ്സിലായി. നമുക്ക് ആക്ച്വലി നിങ്ങൾ അത്ര മോഡേൺ അല്ലേ അല്ലേ? അപ്ഡേഷൻ ആയിട്ടില്ല അല്ലേ? അതിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലായി. ഞാൻ ഓൾമോസ്റ്റ് 2K സ്റ്റൈൽ ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ. ഓൾമോസ്റ്റ് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഏത് ഷോപ്പ് നേരേക്കുള്ളത്? ഇത് 3 മൂന്ന് ഷോപ്പ്. ഈ കുഷ്യനും ഇത് അല്ല, ഈ മഞ്ഞ കുഷ്യൻ നേരേക്കുള്ളതാണോ? ഇത് എവിടെയുള്ള ഇത്? ഏത് ഇതോ? ഞാൻ എൻ്റെ ടൂൾസ് ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ. ഇത് ആക്ച്വലി ഇതെല്ലാം പൊളിഞ്ഞല്ലോ അല്ലേ? ആ അത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞുണ്ടോ? പൊളിഞ്ഞു. ഇതൊക്കെ ശരിയാക്കി തന്നെ എത്രയാവും? ഇതിന് ഷീറ്റ് മൊത്തം മാറ്റണോ? ആ ഇത് മൊത്തം മാറ്റണം. ഇത് ബ്ലാക്ക് മാറ്റിട്ട് ഗ്രേയും റെഡും കൂടി നല്ല കോമ്പോസിഷൻ വരുന്നതാണ്. അത് കോമ്പോസിഷൻ ഇടണോ? ആ റെഡ് അഴുക്കായാലും അറിയാൻ പാടില്ല അങ്ങനത്തെ. സോറി, എന്റെ ചോദ്യം മനസ്സിലായില്ലേ? ഗ്രേയും റെഡും കൂടി മിക്സ് ചെയ്തിടണോ? കോമ്പോസിഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഒട്ടും ഫോർവേഡ് ആയിട്ടില്ല തോന്നുന്നു അല്ലേ? ആ കളർ കോമ്പോസിഷൻ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കോമ്പോസിഷൻ നല്ല കോമ്പോസിഷൻ ആണ്. അപ്പൊ എത്ര രൂപയാവും ഇത്? പൈസ വിടൂ, പൈസ ഇപ്പൊ ആര് ചോദിക്കുന്നു? പൈസ ഇന്ന് വരും നാളെ പോകും. ഇത് എവിടുന്ന് പർച്ചേസ് ചെയ്താ റിങ്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിലൊക്കെ സെലക്ഷൻ ഒക്കെ. പക്ഷെ ഇതിന്റെ ഷോഫയുടെ സെലക്ഷൻ ആയിട്ടില്ല അല്ലേ? ഞങ്ങളൊരു സ്ഥലത്ത് പട്ടാമ്പിലെ ഒരു ഷോഫ ഷെറ്റാക്കാൻ പോയപ്പോഴേ അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരു ഡോഗ് ഓടി വന്നു. എൻ്റെ ഒരു അനിയനെ പോലുള്ള പയ്യനാ, പണിക്ക് വരുന്നവനാ. അവൻ ഓടിച്ചിട്ട് കടിച്ചു. അവന്റെ ചന്തയിൽ ഒരു മുറിയായി കടിച്ചിട്ട്. ചേട്ടൻ ഭയങ്കര തമാശക്കാരനല്ലേ? ഞാൻ ഭയങ്കര ഡൂമർ ശേഷം എല്ലാവരും പറയാറുണ്ട്. പട്ടാമ്പിന്ന് അവനെ ചന്തിക്ക് ഇഞ്ചക്ഷൻ വെക്കണം. നല്ല തമാശ ആസ്വദിക്കാതെ മനുഷ്യണ്ടല്ലേ? നല്ലതാ, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ. നല്ല നല്ല ചിരി കേട്ടോ. നല്ല മുത്തുമണി പോലത്തെ പല്ല്, നല്ല കൊള്ളാം. പിന്നെ നമുക്കിപ്പോ ഇത് സെറ്റാക്കാം. ഞാനിപ്പോ തൽക്കാലം ഇവിടെ തന്നെ സെറ്റ് ചെയ്യട്ടെ. ഇതിവിടെ പെടുന്നത്. അപ്പൊ നന്നറിയോ നമുക്ക് ഈ ബ്ലാക്ക് മാറ്റം, ഈ ഗ്രേയും റെഡ് കോമ്പോസിഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? വീട്ടിലാരും ഇല്ല. അമ്മ ഇവിടെ പോയി? ഇല്ല, അമ്മ അപ്പുറത്തേക്ക് പോയേക്കാം. അമ്മ പോയോ? നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കട്ടെ, അതിന്റെ ബ്ലാക്ക് ലിസ്റ്റ് നോക്കട്ടെ. എന്നിരിക്കും. അതിന്റെ ബ്ലാക്ക് ലിസ്റ്റ് റിങ്ങിന് കംപ്ലൈന്റ് ഒന്നിങ്ങനെ അപ്പയ്യും. അങ്ങനെയല്ല, നല്ല നല്ല ഒന്ന് അങ്ങനെ എങ്ങനെ ഇല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ ബ്ലാക്ക് അങ്ങനെ റൊട്ടേഷൻ ഒന്ന് ചെയ്യണം. ഓക്കെ, ഒരു ഷൂ തോന്നുന്നുണ്ടോ? ഇതിൽ നമ്മൾ ആക്ച്വലി നമ്മൾ ഇത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്പ്രിങ് കണ്ടൻസുകൾ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. സ്പ്രിങ് കണ്ടൻസുകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് അടിക്കുന്നിരുന്ന് അടിക്കുന്നു നോക്കിയിട്ട്. അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്തോട്ടെ. ഓക്കെ, ഷുഗുണ്ടോ? ഇപ്പൊ റഫാണിത്. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന മാട്രിക്സ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്പ്രിങ്ങിന്റെ ഷൂ ഷെറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ചടുമ്പ് കിടക്കുന്ന പരസ്യം കണ്ടില്ലേ? ഞങ്ങൾ കമ്പനിയുടെ പരസ്യം ടിവിയിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഷോഫയുടെ തുണികൾ സെലക്ട് ചെയ്യണം. ഇതൊക്കെ ഷോഫയുടെ കളർ ഞങ്ങൾ ഷാമ്പിൾ കൊണ്ടുവന്നാണ്. നല്ല കോച്ചിങ് ഷീറ്റ്സ് ആണല്ലേ? നല്ല ചുരിദാർ. പിന്നെ സൂപ്പർ. നിങ്ങൾ ഇതിന് മാത്രം അപ്ഡേഷൻ കോസ്റ്റ്യൂം ചെറിയ കയറ്റി ഇഷ്ടപ്പെട്ടു. നല്ല മാച്ചാ കേട്ടോ. ഈ ഡ്രസ് നല്ല മാച്ചാ, സൂപ്പറാണ്. ചിരി കാണുമ്പോൾ എനിക്ക് എവിടെ പോയിട്ട് കാണാത്തിരിച്ചു കേട്ടോ. നമുക്ക് ചിരിക്കുന്നു. വെരി ഗുഡ്. ഇങ്ങനെ നോക്കി ഇരിക്കാൻ തോന്നുന്നത് കുറെ. പിന്നെ നമ്മളെന്തോരം വീട്ടിൽ പോകുന്നത് കേട്ടോ. നല്ല നല്ല സൂപ്പർ. ഈ ഹെയർ സ്റ്റൈലിക്ക് നല്ല അപ്ഡേഷൻ ആയിരുന്നു കേട്ടോ. ഷോപ്പിടെ ശാമ്പത്തിക്ക് നിങ്ങൾ കളിയാക്കുന്ന പൈസയുടെ കാര്യം കാര്യമാക്കുന്നത് ഞാൻ വർക്ക് ചെയ്യും കേട്ടോ. ശരിയാക്കാം. ഞാൻ നടത്തി കളിച്ചില്ലേ? ഇപ്പഴല്ലേ നമ്മുടെ ഒന്ന് നേരത്തെ ഇരുന്ന് ഇവിടെ നാടി വെക്കി. അങ്ങനെയല്ല, നല്ല സ്മൂത്ത് ആയിട്ട്. ഇവിടെ ആളുണ്ടായിരുന്നു. ഇരിക്കുന്ന ഷോഫ റിപ്പയർ ചെയ്യാമെന്നത്. നീ ഇപ്പൊ സോഫ അല്ലല്ലോ റിപ്പയർ ചെയ്തിരുന്നത്. ഇല്ല, ഇവിടെ ആരുമില്ല. പിന്നെ കുട്ടിയോട് സംശയിച്ചു വെക്കണ്ടേ? അതിന് മേത്തോട്ട് കളിച്ചിട്ടാടാ ചോദ്യം ചെയ്യല്. സ്വാഭാവികല്ലേ? സ്വാഭാവിക. അമ്മന്റെ അപ്പുറത്തേക്ക് പോയിക്കാം.
ഇതേതെങ്കിലും അലവലാതി ഇത് എവിടെയുള്ള ഇതാരെ വിളിച്ചു വരുത്തിയ ഇത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സോഫ നന്നാക്കാൻ. നീ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഒറ്റ ഒന്ന് ഞങ്ങള് പരസ്യം ഗൂഗിൾ പരിചയമില്ലാത്ത വീട്ടിൽ വന്നിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ തൊടണ അതാടാ അന്റെ സോഫ മെക്കാനിക്ക് അല്ലേ? ഞാൻ ആക്ച്വലി ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, ബാഡ് ടച്ച് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് എന്താ നിങ്ങൾ ഇതെന്താണത്? എന്റെ ഷോപ്പിടെ മോഡലാണ്, ഓടാ മോഡൽ. ഓടാ അടിച്ചിട്ട് എന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ മാറ്റണമെങ്കിൽ പോ ഓ. ഞാൻ ആക്ച്വലി എന്ത് ചെയ്തു ചേട്ടാ പറയുന്നത്? ഓടാ ഓടാ മോഡല് അതൊരു മൂടാട്ടിക്കിളി കണ്ട ആണുങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ കൊഞ്ചിക്കുഴഞ്ഞ് അവിടെ നിന്നോളണം ട്ടാ. ഇത് എവിടുത്തെ പഠിപ്പാടി ഇത്? എവിടുത്തെ പഠിപ്പാട്? അല്ലെങ്കിലേ സോഫ ശരിയാക്കാൻ വേണ്ടി വന്നതല്ലേ. സോഫ ശരിയാക്കരുത് ഇപ്പൊ ചെയ്തിരുന്നതല്ലേ? പിടിച്ച് കുലിക്കാൻ മാത്രം ഉണ്ടല്ലോ. വെറുതെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ട്ടാ. അല്ലെങ്കിലേ ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ തന്നെ വരെ ബംഗാളികൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോണ കാലാണ്. എന്തൊക്കെയാ ഇവിടെ നടക്കണത്? ഈ പരിചയമില്ലാത്ത ആണുങ്ങളെ ഉള്ളിലേക്ക് കയറ്റുക, അവിടെ ആരും ഇല്ലാത്തപ്പോ എന്നിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് നിൽക്കുക. എന്താ പറഞ്ഞിരുന്നത്? അലവലാതി. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളുണ്ട്. ഒരു എന്ത് പുറത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അയാൾ എന്തെങ്കിലും കാട്ടിയിട്ട് പോയിണ്ടെങ്കിലോ? ശരിയാ. അപ്പോഴാണ് ശരിയാന്നുള്ള ബോധം വന്നതല്ലേ? കണ്ണിന് ഒരു കുത്താണ്ട് വെച്ചേരാണ്ട് കയറി പോയാത്ത് ഒരു സോഫ മെക്കാനിക്ക് കാരത്തി. ഇങ്ങനെ കുറെ അലവലാദികൾ വന്നു ചേരുള്ളൂ. എവിടുന്ന് അതൊക്കെ വരുന്നത്?